ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചപ്പാത്തിയാണ്. ചപ്പാത്തി പരത്താൻ അറിയാത്തവർക്കുള്ള നല്ലൊരു ട്രിക്സ് കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക, അതിൽ 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഇനി നമുക്ക് 250 ml ഒരു കപ്പിൽ വെള്ളം, സാധാ വെള്ളമാണ് എടുക്കേണ്ടത്, ചൂടുവെള്ളം ഒന്നും എടുക്കരുത്. ഇതുപോലെ നോർമൽ വാട്ടർ എടുക്കുക. അതിൽ നിന്ന് 3/4 കപ്പ് വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ബാക്കി വന്ന വെള്ളം ഞാനിവിടെ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യാം നിങ്ങൾ. ഇനി അതേ കപ്പിൽ തന്നെ ഗോതമ്പ് മാവ് എടുക്കുക, അല്ലെങ്കിൽ ആട്ട എടുക്കുക. നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് ചപ്പാത്തിക്ക് അതെടുക്കുക. അപ്പം ഞാൻ എടുക്കുന്നത് ആട്ടയാണ്. 2 കപ്പ് ആട്ടയാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടുന്നത്. ഞാൻ ഈ എടുത്ത പോലെ തന്നെ എടുത്തിട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ എല്ലാ അളവും കറക്റ്റ് ആയിരിക്കും. അതായത് വെള്ളവും ഉപ്പും ഇത് മിക്സ് ചെയ്യുമ്പോഴുള്ള ആ ഡോവിൻ്റെ പരുവും ഒക്കെ റെഡി ആയിരിക്കും. കാണാം എങ്ങനെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ എല്ലാവരും കാണുന്ന എങ്ങനെയാ വെച്ചാൽ ആട്ട ആദ്യം എടുക്കും, എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക ചെയ്യുക. അപ്പം എന്താ വെച്ചാൽ ചില സമയത്ത് വെള്ളം കൂടിപ്പോവും, ചില സമയത്ത് വെള്ളം കുറഞ്ഞു പോവും. അപ്പോൾ കുഴച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള പാകം കിട്ടും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമോ പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുക. അപ്പോൾ പാത്രത്തിലൊന്നും ബാക്കിയാവില്ല. കണ്ടില്ലേ, പാത്രം നല്ല ക്ലീനായി വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ കുഴച്ചെടുക്കുക. ഇതിൽ ഞാൻ എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ അല്ല നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ എന്നും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഡെയിലി ചപ്പാത്തിയാണ് രാത്രി, അതുകൊണ്ട് എന്നും ഈ പണിയുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ ഒരു 5 മിനിറ്റ് നേരം നിങ്ങളിങ്ങനെ ഇതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കുക. ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കുഴയാണ് മെയിൻ. കാരണം നല്ല കുഴഞ്ഞു വന്നിട്ടുള്ള ഡോ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി നല്ല പൊങ്ങി വരും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണിത്. ഇപ്പം ഞാൻ നല്ലോണം കുഴച്ചിട്ടുണ്ട്. 2 കപ്പ് ആട്ടയ്ക്ക് 3/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു വ്യത്യാസം നമ്മൾ എടുക്കുന്ന ആട്ടകളുടെ വ്യത്യാസത്തിൽ ഈ വെള്ളത്തിന് ഉണ്ടാവും കേട്ടോ. കാരണം എന്നാൽ നിങ്ങൾ എപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തേക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് പരത്താൻ അറിയാത്ത ആളുകൾക്ക് പരത്താനുള്ള ട്രിക്സും കൂടിയാണ്. ഇതിപ്പോൾ പൈപ്പും വെച്ചിട്ടും പരത്താം, ഇങ്ങനെയുള്ള മരത്തിൻ്റെ കോല് വെച്ചിട്ടും പരത്താം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ കല്യാണപ്പുരയിലൊക്കെ ഉപയോഗിക്കുന്ന പേപ്പർ പ്ലേറ്റ് ഇല്ലേ, ആ പ്ലേറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് പരത്തുന്ന ഒരു ട്രിക്സ് കാണിച്ചു തരുന്നത്. ഇതുപോലുള്ള ഒരു പ്ലേറ്റ് എടുക്കുക. നിങ്ങൾക്ക് റൗണ്ടിലുള്ള പ്ലേറ്റ് കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. ഇപ്പം മുറിച്ചെടുക്കേണ്ട പാടൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ എനിക്ക് ചതുരത്തിലുള്ള പ്ലേറ്റാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അതുകൊണ്ട് ഞാൻ അതിനെ ഇതുപോലെ 4 മടക്കാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഭാഗം എത്ര ഉണ്ട് നോക്കി. അപ്പോൾ ഒരു 5 ആണുള്ളത്. അത് തന്നെ നേരെപ്പുറം ഒന്ന് നോക്കി നമുക്ക് കിട്ടുമെന്നുള്ള അറിയണമല്ലോ. അപ്പോൾ അവിടെ അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞാൻ നോക്കി എന്നുള്ളൂ. ഈ സൈഡ് ഇപ്പം കാണുന്ന ഇപ്പുറത്തെ സൈഡ്, അതായത് മടക്ക് വരുന്ന ആ ഭാഗത്തിൽ അവിടെ 5 അടയാളപ്പെടുത്തുക. എന്നിട്ട് നടുവെന്ന് ക്രോസ് ആയിട്ട് ഒരു 5 അടയാളപ്പെടുത്തുക. അതായത് നിങ്ങൾ എത്രയാണോ ചെറിയ ഭാഗം കിട്ടുന്ന അതേ അളവ് തന്നെ ബാക്കി 2 ഭാഗത്തും എടുക്കുക. എന്നിട്ടൊരു കത്രിക എടുത്തിട്ട് ഞാൻ ഈ മുറിക്കുന്ന പോലെ റൗണ്ടായിട്ട് അങ്ങ് മുറിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നല്ല റൗണ്ട് ആക്കിയിട്ട് മുറിച്ചെടുക്കുക. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ മുറിക്കലില്ലേ, അതേ ടൈപ്പ് തന്നെ ഉണ്ട്. അതങ്ങ് മാറ്റിക്കളയുക. ഇനി നിർത്തി നോക്കാം നമുക്ക്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള റൗണ്ടുള്ള ഒരു ഷേപ്പ് ഇട്ടുണ്ട്. എനിക്കിപ്പോൾ കിട്ടിയ പ്ലേറ്റിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അതിൻ്റെ നടുവിലൊരു എഴുത്തുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അതിനുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ എഴുത്തില്ലാത്ത പാത്രം കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്, പ്ലേറ്റ് കിട്ടുകയാണെങ്കിൽ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എഴുത്തില്ലാത്ത പ്ലേറ്റ് നോക്കി വാങ്ങുക. അതായത് പരത്താൻ അറിയാത്ത ആൾക്കാർക്കാണേ. പരത്താൻ അറിയുന്ന ആൾക്കാർക്ക് കല്ലുമ്മൽ വെച്ച് ഡയറക്റ്റ് അങ്ങ് പരത്തിയാൽ മതി. ഇപ്പോൾ നമുക്ക് പരത്തി എടുക്കാനുള്ള പൊടി
കുറച്ച് പൊടി ഞാൻ ഈ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ളൊരു പ്ലേറ്റിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി കുറച്ച് പരത്തിയിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അതിൽ വേണമെങ്കിൽ മുക്കിയൊന്ന് എടുക്കുക. നോക്കിയോ, ഇതാ നമ്മൾ വെച്ചിട്ടുള്ള മാവ്. ഒരു 20 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ നിങ്ങൾ ഇത് വെക്കുകയാണെങ്കിൽ, കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ല സോഫ്റ്റ് ആയി കിട്ടും ചപ്പാത്തി. നമുക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനിയിപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും വരട്ടാം കേട്ടോ കയ്യിൽ. അത് ജസ്റ്റ് ഒരിത്തിരിയേ വേണ്ടു, വേറെ എണ്ണയൊന്നും നമ്മളതിൽ ഉപയോഗിക്കുന്നില്ല. ഇതിങ്ങനെ റൗണ്ട് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലുള്ള ബോളുകളാക്കി മാറ്റിയെടുക്കുക. ഒരേപോലെയുള്ള ബോളുകളാക്കിയാൽ അത്രയും നല്ലത്. എന്താ കണ്ടില്ലേ, എനിക്കിപ്പോൾ ഇത് 11 ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 കപ്പിന് ശരിക്കും 12 ബോൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് കുറച്ചൊന്ന് വലുതായി പോയി ആദ്യത്തത്, പിന്നെ അതേ വലുപ്പത്തിൽ തന്നെ അങ്ങ് ഉരുട്ടിയതാണ് ഞാൻ. ഇനിയിപ്പം നമ്മുടെ ഈ പേപ്പർ പ്ലേറ്റ് എടുക്കുക, ഇതിനെ മുകളിൽ വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേക്കിന്റെ ബേസ് ഇല്ലേ, നമ്മൾ കേക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവും പോലത്തെ കാർഡ്ബോർഡിൻ്റെത്, അത് വേണേൽ അത് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് റൗണ്ടായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നല്ല ഒരു മേലെ നല്ലൊരു മിനുസുള്ള ടൈപ്പിലുള്ള പേപ്പർ ആണെന്നേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം കാർഡ്ബോർഡ് വെച്ചിട്ട്. ഇനി പൊടിയിട്ടു നമ്മുടെ ആ ഉരുള എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് ഇതുപോലെ പൊടിയിടുക. ജസ്റ്റ് അപ്പുറം ഇതാക്കുക, എന്നിട്ട് കുറച്ചും കൂടി പൊടിയിടുക. എന്നിട്ട് ഈ പ്ലേറ്റാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്, ചപ്പാത്തിനെയല്ല ഞാൻ തിരിക്കുന്നത്. കണ്ടില്ലേ, ചപ്പാത്തി നമ്മൾ തൊടുകയേ വേണ്ട. ഇനിയിപ്പം നമ്മൾ ഫുള്ളായിട്ടും തൊടുന്നത് ഈ ഒരു പ്ലേറ്റാണ്. ഈ പ്ലേറ്റിന്, ഈ പേപ്പർ പ്ലേറ്റിന് നല്ല പോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നല്ല റൗണ്ട് ഷേപ്പിലുള്ള ചപ്പാത്തി കിട്ടും നമുക്ക്. കണ്ടില്ലേ, എനിക്കെന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് അങ്ങനെ പരത്തി ശീലമില്ലാത്തതുകൊണ്ടുള്ളൊരു ചെറിയൊരു ഇതുണ്ട്. ഞാനധികം കല്ലുമ്മ തന്നെ ഇട്ടിട്ടാണ് പരത്തുന്നത്. അടിയിൽ വെച്ചിട്ടുള്ള കറുത്ത കല്ലില്ലേ, ആ ഗ്രാനൈറ്റിൻ്റെ കല്ലുമ്മൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പരത്തുന്നത്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. ഇനി നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ ചപ്പാത്തി ഒന്ന് പരത്തി നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ, എങ്ങനെയാണ് നിങ്ങൾ ചപ്പാത്തി പരത്തിയിട്ട് റെഡി ആയോ ഇല്ലയോ എന്നൊക്കെ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി, വേഗം കഴിയും ഇത്. ഒരു പേപ്പർ പ്ലേറ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് എടുക്കുക, തിരിച്ച് മറിച്ച് ഒന്ന് ആ പൊടിയിലൊന്ന് മുക്കുക, കുറച്ച് പൊടി ആ പ്ലേറ്റിലൊന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇനി അടുത്തത് ആ മരത്തിന്റെ കോല് വെച്ചിട്ടാണ് ഒന്ന് പരത്തി കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോ കണ്ടില്ലേ, ആ പ്ലേറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. നിങ്ങളുടെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ ആയി കിട്ടും. അതായത് ഒരേ കനത്തിലുള്ള ചപ്പാത്തി കിട്ടും. ചിലർ ചപ്പാത്തി പരത്തി നിങ്ങൾക്ക് കാണാം, ഒരു സൈഡ് കട്ടി ഒരു സൈഡ് കട്ടി കുറഞ്ഞിട്ടായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ പരത്തുകയാണെങ്കിൽ ഒരിക്കലും കട്ടി ഒരു ഭാഗം കട്ടി കുറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ഒരേ ലെവലിലായിരിക്കും ചപ്പാത്തി ഉണ്ടാവുക. കണ്ടില്ലേ, ഇതുപോലെ പരത്തിയെടുത്താൽ മതി. നിങ്ങൾക്ക് മരത്തിന്റെ കോലങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക, പൈപ്പാണെങ്കിൽ പൈപ്പ് ഉപയോഗിക്കുക, എന്തുപയോഗിച്ചാൽ. അപ്പം നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിച്ചോളാം കേട്ടോ. ഞാനിവിടെ കൂടുതലായിട്ട് ആ പൈപ്പാട്ടോ ഉപയോഗിക്കുന്നത്, എനിക്കത് ശീലമായിപ്പോയി. ഇപ്പോൾ മരത്തിന്റെ കോല് ഞാൻ ഇപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് വന്ന വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കാൻ. പക്ഷെ ഈ തരത്തിലുള്ള നിങ്ങൾ പുതുതായിട്ടൊരു കോല് വാടിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഉരുണ്ടിട്ടുള്ള ആ തടിയൻ കോല് വാങ്ങിക്കേണ്ട കേട്ടോ. കുറച്ച് നീളമുള്ള മെലിഞ്ഞിട്ടുള്ള കോല് കിട്ടും, അതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനോണ്ട് നിങ്ങൾ പരത്തുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. എൻ്റെ കയ്യിൽ അതില്ല, ഞാൻ അതുകൊണ്ടാണ് ഈ പൈപ്പ് യൂസ് ചെയ്യുന്നത്. പൈപ്പ് കൊണ്ടാകുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ കഴിയാറുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാണ് എങ്ങനെയാണ് പരത്തേണ്ടതെന്ന്. ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇട്ടുക. ഇനിയിപ്പോൾ പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, അഥവാ അത് ഒട്ടുന്നതെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടി ഇടുക. എന്നിട്ട് ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ച് ഒന്ന് ആ പൊടിയിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് നിങ്ങളെ ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ റോൾ ചെയ്യുക. കണ്ടില്ലേ, ഞാനിപ്പോൾ എൻ്റെ ഭാഗത്തേക്കാണ് അത് റോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ലെവലിലുള്ള
ചപ്പാത്തി കിട്ടും. ഒരേ കനായിരിക്കും അതിന്. അതുകൊണ്ട് ചപ്പാത്തി എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വരും. കണ്ടില്ലേ? ഇത് കണ്ടോ? ഇതിങ്ങനെയും എടുത്താൽ മതി. കണ്ടല്ലോ എല്ലാവരും? അപ്പം ഇനി ചപ്പാത്തി പരത്താൻ അറിയാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ഇനി ഞാൻ ഒന്ന് ഈ കല്ലുമ്മൽ ഇട്ടിട്ടും കൂടെ പരത്തി കാണിച്ചു തരാം. ഞാൻ എന്നും ഉണ്ടാക്കുന്ന ചപ്പാത്തി ഇതാണ് കേട്ടോ. എൻ്റെ ചപ്പാത്തി ഇതാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് എന്നും ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എനിക്ക് പ്രാക്ടീസ് ആയിപ്പോയി. കണ്ടോ? ആദ്യം ഒന്ന് പൊടിയാക്കി, രണ്ടാമതും ജസ്റ്റ് ഒന്ന് പൊടിയാക്കി. ഈ ഒരു 2 പ്രാവശ്യം ചെറുങ്ങനെ ഒന്ന് പൊടിയാക്കുകയുള്ളൂ. പിന്നെ പൊടിയൊന്നും ആക്കൂല. കണ്ടോ? നല്ല റൗണ്ടായി വരുന്നത് കണ്ടോ ചപ്പാത്തി? ചിലർ പറയും ഇന്ത്യൻ്റെ മാപ്പ് പോലെയായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാ നിങ്ങൾക്കും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. കണ്ടോ? നല്ല അടിപൊളിയല്ലേ? സംഭവം എളുപ്പത്തിൽ കഴിയുന്നില്ലേ? നമുക്കിത് വേഗം കഴിയും. കണ്ടോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇതെൻ്റെ 2ാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ കണ്ട എല്ലാവരും കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ശരിയാക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്തായാലും. പിന്നെ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിൻ്റെ സൈഡിലുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഞെക്കുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ചപ്പാത്തി ചുട്ടെടുക്കാം. കണ്ടോ? പാന് വെച്ചിട്ടുണ്ട്, ചൂടായിട്ട് ചപ്പാത്തി ഇടുക. കണ്ടോ? ഇങ്ങനെ ചപ്പാത്തി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിഭാഗം വേകുമ്പോൾ ചെറിയൊരു കുമിളയായിട്ട് പൊങ്ങി വരും. ഇപ്പോഴാണ് നമ്മൾ ചപ്പാത്തി തിരിച്ചിടാം. മറ്റേ മറുഭാഗത്തേക്ക് ഇടാൻ പാടുള്ളൂ. ആ സൈഡ് ശരിക്കൊന്ന് അങ്ങ് വേവണം. അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിട്ട് കിട്ടൂല. കണ്ടില്ലേ? നമുക്ക് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കുമിള ഇങ്ങനെ വരുന്ന കണ്ടില്ലേ? ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിടാം. കണ്ടോ? ഇതിപ്പം തിരിച്ചിട്ടു. ഫ്ലെയിം കൂട്ടിയും കുറച്ചും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എപ്പോഴും. അപ്പോഴാണ് നമ്മളെ ചപ്പാത്തി നല്ല കറക്റ്റ് വേവിലായി വരിക. കണ്ടോ? ഇതിപ്പോൾ അടിഭാഗവും മേലത്തെ ഭാഗം പോലെ തന്നെ വെന്ത് വന്നിട്ട്. ഇനി ഞാൻ ചെയ്യുന്നത് നോക്കിയോ. തവ ഞാൻ എടുത്തു, ചപ്പാത്തിനെ ഞാൻ ഗ്യാസുമ്മേൽ ഡയറക്റ്റ് ആ തീയിലേക്ക് വെച്ചു. എന്നിട്ട് ഫ്ലെയിം കൂട്ടി. അപ്പോഴത്തേക്കും ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ? നല്ല അടിപൊളി ചപ്പാത്തി അല്ലേ? തിരിച്ച് മറിച്ച് ഒന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ചൂടാക്കുമ്പോൾ ഇതുകൊണ്ടുള്ള ലാഭം എന്താ വെച്ചാൽ സമയ ലാഭമുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എന്നും ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. കണ്ടോ? തിരിച്ച് മറിച്ച് വിടുക, എന്നിട്ട് ഗ്യാസുമ്മേൽ വെക്കുക. അപ്പം ഇത് നല്ലപോലെ പൊങ്ങി വരും. അപ്പം തിരിച്ചൊന്നിടുക. അത് കൈയൊന്നും പൊളിക്കണ്ട കേട്ടോ, കാരണം ഞാനിത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പാനിലാണ് ചെയ്യാൻ ആവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ കേട്ടോ. ഞാൻ അതും കൂടി കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഞാനെന്നും ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എനിക്ക് കാണിച്ചു തന്നുള്ളൂ. എനിക്കിത് എളുപ്പം കഴിയും, കാരണം ഡെയിലി ഇതല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാക്ടീസ് ആയിപ്പോയി. ഈ ഒരു ചപ്പാത്തി കഴിക്കാനാണ് എനിക്കിഷ്ടം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. പാനിൽ വെക്കുമ്പോൾ എന്തോ ഒരു സമയം കൂടുതൽ പോലെ തോന്നല എനിക്ക് ഉണ്ടാക്കുമ്പോൾ. അടുത്ത് ഞാൻ പാനിൽ ചെയ്ത് കാണിച്ചു തരാം. അതാ കണ്ടോ? പൊങ്ങി വരുന്ന കണ്ടോ ചപ്പാത്തി? ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. നിങ്ങളെ കയ്യിലുള്ള ചട്ടുകോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അയക്കണേ, നമ്മളെ മറ്റേ പേപ്പറല്ല, ന്യൂസ് പേപ്പറല്ല, ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടവല്, അങ്ങനെ എന്തെങ്കിലും കോട്ടൺ ടവൽ വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി വന്നോളൂ. പിന്നെ ഞാൻ പറയുന്നത്, ഈ ചപ്പാത്തി ഞാൻ ഇടുന്നത് ഒരു കോട്ടൺ തുണിയിലാട്ടോ. ഡയറക്റ്റ് പാത്രത്തിലേക്കല്ല. ഒരു കോട്ടൺ തുണി എടുക്കുക, അതൊരു പാത്രത്തിൽ, ഒരു പ്ലേറ്റിലോ പാത്രത്തിലോ വെക്കുക. എന്നിട്ട് ഈ ചുടുന്ന ചപ്പാത്തി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലിട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചൂട് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും, ആ സോഫ്റ്റ്നെസ്സും പോവില്ല. ആ സോഫ്റ്റ് ആയിട്ടുള്ള ആ ചപ്പാത്തി നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയാൽ നാളെയും നിങ്ങൾക്ക്
അതേ ഒരു സോഫ്റ്റോടെ കഴിക്കാൻ പറ്റും. നമ്മളിനി ചെയ്യുമ്പോൾ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 അങ്ങനെ ബാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തു നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചപ്പാത്തി ഇങ്ങനെ ടൈറ്റായി പോവില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതുപോലെ ചെയ്യാൻ കാസ്ട്രോളിലാണ് ഇന്നിപ്പോൾ എല്ലാവരും ചപ്പാത്തി ഇട്ട് വെക്കുന്നത്. പക്ഷെ ഇതുപോലെ ഒരു തുണി കാസ്ട്രോളിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ മടക്കിയിട്ട് അതിനുള്ളിലവിടെ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചപ്പാത്തി. ഇതുപോലെ ചെയ്യാം. കണ്ടോ, എൻ്റെ സ്ഥിരം പരിപാടി ഇതാട്ടോ. ഞാൻ തവയിൽ അങ്ങനെ ചെയ്യലില്ല. കണ്ടില്ലേ? അപ്പം നമ്മൾ ചപ്പാത്തി ചുടുന്നതും പരത്തുന്നതും കുഴയ്ക്കുന്നതും ഈ 3 കാര്യം പഠിച്ചില്ലേ? വളരെ ഈസിയാണ് കേട്ടോ. കണ്ടില്ലേ? എൻ്റെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്ത് കഴിഞ്ഞു. ഞാൻ നല്ലൊരു കോട്ടൺ തുണിയിലാണ് വെച്ചത്. അതായത് നല്ല കോട്ടൺ തുണിയുടെ 2-3 അട്ടിയായിട്ട് മടക്കിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, ഇതുപോലെ മടക്കി അങ്ങ് വെക്കുക. ഇതിപ്പോൾ ജസ്റ്റ് കഴിക്കാനായിട്ടാണെങ്കിൽ ഇപ്പം ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു മൂടി വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും കഴിച്ചാൽ മതി. നമ്മളിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെയാണ് വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് രാത്രിയാണ് കഴിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യുക വെച്ചാൽ ഇതാ ഞാൻ കാണിച്ചു തരാം. കാസ്ട്രോളിൽ ഇട്ട് വെക്കുക. ഇതുപോലെ ഞാൻ വേറൊരു ദിവസം ഉണ്ടാക്കിയ ചപ്പാത്തി കേട്ടോ, ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയല്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കാസ്ട്രോളിൽ വെച്ചിട്ട് ഇതുപോലെ മൂടി വെക്കുക. അപ്പോൾ രാത്രിയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മളെ പണി വൈകുന്നേരം കഴിയുകയും ചെയ്യും, ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും പഠിച്ചില്ലേ? ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കും. അതൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചും തരും ഇതുപോലെ ഈസി ആയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ പിന്നെ വീഡിയോ ഇട്ടത് അല്ലേ. എന്തായാലും ഇനി വേഗം ഇടാം കേട്ടോ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.